ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള എമിഗ്രൂമിൻ്റെ കവ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. നമുക്ക് എമിഗ്രൂമിൻ്റെ ലെഗ്സ് ചെയ്തെടുക്കാം. കാല് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ മാജിക് സർക്കിളിൻ്റെ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ടെയിൽ എൻഡ് ഉണ്ടല്ലോ, ഇതൊന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷയുടെ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. മാജിക് സർക്കിളിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യും. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ ആ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുന്നത് ഇൻക്രീസിങ് സ്റ്റിച്ചാണ്. ഈ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിനെ നമ്മൾ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസ് ചെയ്യാണ് സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 1 സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു. ആ സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. ആ സെയിം തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 എണ്ണമായി. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അതുപോലെ മൂന്നാമത്തതിലും രണ്ടാമത്തതിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ മൂന്നാമത്തതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 എണ്ണം ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ചെയിനിൽ നമ്മൾ 2 എണ്ണം വീതം ചെയ്തപ്പോൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ഇനി നാലാമത്തെ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുക. അപ്പം 6ഉം 2 എണ്ണം കൂടി കൂട്ടുമ്പോൾ 8 എണ്ണമായി. പിന്നെ അഞ്ചാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 5 ചെയിനിലും 2 എണ്ണം ചെയ്തപ്പോൾ 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചായി. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമുക്ക് ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൗണ്ട് ചെയ്ത് നോക്കുക, നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിക്കണമെന്ന്. അപ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനായിട്ട് ഈ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ വെച്ച ഫസ്റ്റ് സ്റ്റിച്ചിൽ വെച്ച സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ മേലെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. തേർഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇവിടെ ഒരു തേർഡ് റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. തേർഡ് റൗണ്ടത്തെ പാറ്റേൺ എന്ന് പറയുന്നത് 3 സിംഗിൾ ക്രോഷേ ഓരോ ചെയിനിലും 1 2 3 അങ്ങനെ 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. നാലാമത്തെ ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ ഇൻക്രീസിങ് ചെയ്യുക, 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി 1 ചെയ്തു, ഒരു ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത ചെയിനിലും രണ്ടാമത്തേലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അതുപോലെ മൂന്നാമത്തെ ചെയിനിലും
ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. മൂന്നാമത്തെ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ചെയിൻ, നാലാമത്തെ ചെയിനാണ് വരുന്നത്. നാലാമത്തെ ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2. ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അതുപോലെ 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2. രണ്ടാമത്തേലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. മൂന്നാമത്തെ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ നാലാമത്തെ ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2. ഇനി വീണ്ടും നമ്മൾ 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ലാസ്റ്റ് ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണുള്ളത്, ഒരു ചെയിനാണുള്ളത്. ആ ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 15 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ലാസ്റ്റ് ചെയിനിലും ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യുക. അപ്പോൾ നമുക്ക് 15 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് 3rd റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 15 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി നമ്മൾ 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർത്ത് റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ആ 4th റൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. ഈ 4th റൗണ്ട് എന്ന് പറയുമ്പോൾ 3rd റൗണ്ട് 15 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ചെയ്തപ്പോൾ എൻ്റെ 4th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ബ്ലാക്കിലായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിയാം. പക്ഷെ നമ്മൾ പാറ്റേൺ സ്റ്റാർട്ടിങ്ങിൽ ബ്ലാക്കാണ് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്കിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച ആ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. യാൺ ഇവിടെ കട്ട് ചെയ്യുക. യാൺ ഇവിടെ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം മാത്രം ഇങ്ങനെ ഹുക്ക് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചിട്ട് ഈ ചെയിൻ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ലെഗിൽ താഴെ ഭാഗത്ത് നമുക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കളറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കളറാണ്, ഞാനൊരു ഓഫ് വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒന്നുകൂടി കാണിക്കാം. നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏത് കളർ യാണാണോ ആഡ് ചെയ്യുന്ന ആ യാണിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ബാക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം യാൺ ഓവർ ചെയ്തിട്ട് ഈ യാണിനെ മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് ചെയിൻ 1 ചെയ്യാം. ചെയിൻ 1 ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്
യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഈ റൗണ്ട് ഫുള്ളും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ താഴെ റൗണ്ടിൽ ചെയ്തത് 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ്. അപ്പോൾ ഈ റൗണ്ടും നമ്മൾ റൗണ്ട് ഫുൾ ചെയ്യുമ്പോഴും നമുക്ക് 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെ കിട്ടണം, ഇൻക്രീസ് ആവാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു യാണ് ഉണ്ടല്ലോ, ഈ ഒരു കളർ യാണ് നമ്മളിങ്ങനെ ബാക്ക് സൈഡിലേക്ക് പിടിച്ചു കൊടുത്തിട്ട് റണ്ണിങ് യാണ് ഇങ്ങനെ പിടിക്കുക. ഈ ആഡ് ചെയ്ത യാണ് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇവിടെ ആഡായിട്ട് പോവും, ഇങ്ങനെ ഹൈഡായിട്ട് പോവും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ഈ ഒരു 5th റൗണ്ടിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ലെഗ് എത്ര ലെങ്ത്ത് വേണോ, കാലിന് ഈ ഒരു കൗവിൻ്റെ കാലിന് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ലെങ്ത്തിൽ ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ ഓരോ ചെയിനിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ കളറ് ബ്ലാക്ക് വൈറ്റ് ഓഫ് വൈറ്റ് ആക്കിയപ്പോൾ നമുക്ക് കണ്ടല്ലോ ഈ ചെയിൻ സ്റ്റിച്ച് പോലെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ഭാഗം ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. ഈ 15 എണ്ണമല്ലേ കിട്ടിയിട്ടുള്ളത്. ഇല്ല നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കൗണ്ട് ചെയ്താലും മതി. അപ്പോൾ ഓരോ റൗണ്ടിലും നിങ്ങൾ കൗണ്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ബിഗിനേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ചും ഓരോ റൗണ്ടിലും നിങ്ങൾ കൗണ്ട് ചെയ്യണം ഈ 15 സ്റ്റിച്ച് തന്നെ കിട്ടിയിട്ടുണ്ടോയെന്ന്. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിലപ്പോൾ നമുക്ക് ഒന്ന് മിസ്സാവും. അപ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ ആ ഒന്ന് മിസ്സായത് ഇങ്ങനെ മാറി പാറ്റേൺ ഇങ്ങനെ മാറിപ്പോവും. അപ്പോൾ ഈ 15 സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ 2 എണ്ണം കൂടാനും പാടില്ല. അപ്പോൾ ഓരോ ചെയിനിലും 15 സ്റ്റിച്ച് തന്നെയല്ലേ കിട്ടുന്നതെന്ന് നോക്കിയിട്ട് വേണം ഓരോ റൗണ്ടും കഴിയുമ്പോഴും നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കാൻ. ഇനി ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാണ്. അടുത്ത റൗണ്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത്. പിന്നെ നമ്മളിനി എല്ലാ ചെയിനിലും നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യാം. ഇപ്പോൾ 4 റൗണ്ടാണ് നമ്മൾ ബ്ലാക്കിൽ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ കൗണ്ട് ചെയ്യണ്ട. അത് കൗണ്ട് ചെയ്യാതെ ഈ കളറ് മാറ്റിയതിന് ശേഷം നമുക്ക് എത്ര ലെങ്ത് ആണോ ലെഗിന് വേണ്ടത് അത്രയും റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 8 റൗണ്ടും കൂടി 8 റൗണ്ട് വൈറ്റിൽ ചെയ്തിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഉള്ള മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ ഈ മെഷർമെൻറ്റ് നോക്കിയിട്ട് എത്ര വലിപ്പം വേണോ നോക്കാം. 8 റൗണ്ട് ചെയ്താൽ നമുക്ക് എൻ്റെ മെഷർമെൻറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാനിതൊരു 8 റൗണ്ടും കൂടി ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത്രയും വലിപ്പത്തിൽ നിങ്ങൾക്ക് ലെഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു 8 റൗണ്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ നോക്കേണ്ട നമ്മളിങ്ങനെ ഓരോ സെക്കൻഡ് റൗണ്ട് ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് 1 2 2 റോ ഞാൻ ചെയ്ത് ഇനി എനിക്ക് ഒരു 6 റോ കൂടി ചെയ്താൽ എൻ്റെ മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇനി ഒരു 6 റോ കൂടി ഇതേപോലെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അവിടെയും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ റൗണ്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ടോട്ടൽ
ഈ വൈറ്റിൽ ഓഫ് വൈറ്റിൽ 8 റോ ആണ് വേണ്ടത്. ഓൾറെഡി ഞാൻ 2 റോ ചെയ്തു. ഇനി ഞാൻ 6 റോ കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 8 റൗണ്ടും കൂടി ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറിൽ ഞാൻ 8 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അടുത്ത റൗണ്ടത്തെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചു. അങ്ങനെ ഞാനിങ്ങനെ 8 റൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് 8 റൗണ്ട് ചെയ്തപ്പോഴും 15 എണ്ണമാണ് കിട്ടിയത്. അതുപോലെ നിങ്ങൾ ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും എത്ര എണ്ണം കിട്ടുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിലെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഇത്ര ലെങ്ത്ത് മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അത്രയും ലെങ്ത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എനിക്കിവിടെ ഇത്ര ലെങ്ത്ത് മതി. അപ്പോൾ ഞാൻ അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിന് ഈ ഒരു ലൂപ്പിനുള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ചെയിൻ 1 ചെയ്യാണ്. എന്നിട്ട് ഞാനിവിടെ യാണ് കട്ട് ചെയ്യാണ്. യാണ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഹുക്കിനെ ഇങ്ങനെ വലിച്ചു കൊടുക്കാം. വലിച്ചിട്ട് ഇതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ലെഗ് കിട്ടിയിട്ടുണ്ട്, ഒരു കാല് കിട്ടി. ഇതുപോലെ തന്നെ സെയിം തന്നെ നമുക്ക് ഒന്നും കൂടി ചെയ്തെടുക്കണം. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു മാജിക് സർക്കിൾ ചെയ്യുക, 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക ഫസ്റ്റ് റൗണ്ടിൽ. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് റൗണ്ടിൽ ഓരോ ചെയിനിലും 3 എണ്ണം വീതം ചെയ്യുക. 1 2 3 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഒരു ഇൻക്രീസ്, 4ാമത്തെ ചെയിനിൽ ഒരു ഇൻക്രീസിങ്. അങ്ങനെ നമ്മൾ ആ തേർഡ് റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. 4ാമത്തെ റൗണ്ടിലും നമ്മൾ പിന്നെ 15 ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. അങ്ങനെ 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അതിനുശേഷം അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു ബ്ലാക്കുള്ള ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മൾ ഓരോ ചെയിനിലും വൈറ്റ് വെച്ചിട്ട് ചെയ്യാണ്, ഓഫ് വൈറ്റ് വെച്ചിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ റിവേഴ്സ് ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്തെടുക്കുക. അപ്പോൾ 2 ലെഗ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ലെഗ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെഗ് ഇതേപോലെ ചെയ്തെടുക്കണം. സെക്കൻഡ് ലെഗ് ചെയ്തിട്ട് ഞാനിവിടെ സെക്കൻഡ് ലെഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെഗിലും ഇതുപോലെ തന്നെ 8 റൗണ്ട് കഴിഞ്ഞു, 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മൾ പിന്നെ ഇവിടെ കട്ട് ചെയ്യുന്നില്ല. ഈ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാതെ മുകളിലേക്ക് ബോഡി പാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 15 സ്റ്റിച്ച് കിട്ടി കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ലെഗിൽ ഒരു ലെഗ് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. അടുത്ത ലെഗ് നമ്മൾ 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെയിൻ 3 ചെയ്ത് കൊടുക്കാം. 1 2 3 ചെയിൻ 3 ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഫസ്റ്റ് ചെയ്ത ഈ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത ഒരു ലെഗിൽ സെക്കൻഡ് ലെഗ്, ആ സെക്കൻഡ് ലെഗിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ചെയിൻ 3 ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെഗിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളെ ലെഗ് ഇവിടെ ജോയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാലിൽ നമുക്ക് 15 സ്റ്റിച്ചാണുള്ളത്. അപ്പം ഇനി നമ്മൾ 1 2 3 4 അങ്ങനെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് വരെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു യാണ് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് നമ്മൾ സെക്കൻഡ് ലെഗ് ജോയിൻ ചെയ്ത ബാലൻസ് ഉള്ള യാണാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ റണ്ണിങ് ആണ് കട്ട് ചെയ്യരുത്. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം അങ്ങനെ ചെയ്ത് കൊടുക്കാം.
നിങ്ങൾക്ക് എത്ര സൈസിലും വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്ത ആ ഒരു റൗണ്ടിൻ്റെ ഇൻക്രീസിങ് സ്റ്റിച്ച് കൂട്ടി കൊടുത്താൽ മതി, ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഒരു റൗണ്ട് ഇങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് ഞാൻ ഈ റൗണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ റൗണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടുന്നത്. പിന്നെ നമ്മളിവിടെ 3 ചെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ 3 ചെയിനിലെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. മൂന്ന് ചെയിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 2 3 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഇനി ഇവിടെ ചെയ്യുന്നത് അടുത്ത കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ചുറ്റിലും ഓരോ ചെയിനിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ ലെഗിലും നമുക്ക് 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ കൗണ്ട് ചെയ്ത് വേണം അടുത്ത റൗണ്ടിലേക്ക് പോവാൻ, അല്ലെങ്കിൽ നമുക്ക് ആ പാറ്റേണേ മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഓരോ ചെയിനിലും നമുക്കിങ്ങനെ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ ബോഡി പാർട്ടിൻ്റെ ഫസ്റ്റ് റൗണ്ടാണ് ചെയ്യുന്നത്. ഈ കാലിലും നമ്മളിങ്ങനെ ചെയ്തു. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഈ കാലിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ 15 എണ്ണം ചെയ്തു, ഈ ഒരു ചെയിനിൽ 3 എണ്ണം ചെയ്തു. വീണ്ടും നമ്മൾ ഈ ലെഗിൽ 15 എണ്ണം ചെയ്തു. വീണ്ടും നമ്മൾ എത്തിയിട്ടുള്ളത് ഈ 3 ചെയിൻ ചെയ്ത ഭാഗത്താണ്. ഈ 3 ചെയിൻ ചെയ്ത ഇതിലും വീണ്ടും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 1 2 3 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോഡി പാർട്ടിൻ്റെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഇവിടെ എത്തിയപ്പോൾ 3 എണ്ണം. അപ്പോൾ 15 3 18, വീണ്ടും 15 എണ്ണം ഇതിൽ കിട്ടി, വീണ്ടും 3 എണ്ണം ചെയ്ത്. അങ്ങനെ നമുക്ക് 15 15 30. പിന്നെ ഈ ഒരു 3 ചെയിനിൽ നമ്മൾ ഒരു 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് 3 എണ്ണം, ബാക്ക് സൈഡിലേക്ക് 3 എണ്ണം, അങ്ങനെ 6 എണ്ണം ചെയ്തു. അപ്പോൾ ഈ റൗണ്ട് ഫസ്റ്റ് റൗണ്ട് നമുക്ക് കഴിയുമ്പോൾ 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ബോഡി പാർട്ടിലെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുന്നത് 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 6ാമത്തെ ചെയിനിൽ ഒരു ഇൻക്രീസിങ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒന്ന് ചെയ്തതിൽ ഞാൻ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്തു. പിന്നെ 2 3 4 5 ചെയിൻ ചെയ്തു. 5 ചെയിനിലും ഞാൻ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. 6ാമത്തേൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്യാണ്. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. 1 2 ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 5 എണ്ണത്തിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. 6ാമത്തേൽ ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം.
ഒന്ന് ചെയ്തു. ഈ സെയിം തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. 6ാമത്തെ ചെയിനിൽ ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. വീണ്ടും 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 അല്ല 5 എണ്ണം ചെയ്യുക. 6ാമത്തേതിൽ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതിൽ അടുത്ത 5 ചെയിനിലും 1 2 3 4 5 5 എണ്ണത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 6ാമത്തേതിൽ ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും 5 എണ്ണത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 3 4 5 5 എണ്ണത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. മടിയൊന്നും തോന്നേണ്ട. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ഇങ്ങനെ കൗണ്ട് ചെയ്യുക. നമുക്ക് 42 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. 42 സ്റ്റിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ആ റൗണ്ട് ഒന്ന് ഊരിയിട്ട് വീണ്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് പിന്നെ തെറ്റ് മനസ്സിലാവാതെ നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോൾ ആ ഒരു നീറ്റ് കിട്ടൂല. അപ്പോൾ ഓരോ റൗണ്ടിലും എത്ര സ്റ്റിച്ചാണോ കിട്ടേണ്ടത് അത്രയും സ്റ്റിച്ച് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിനി അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ 3 റൗണ്ട് മുതൽ 4 5 6 7 അങ്ങനെ 7 റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ള് ഇവിടെ എത്തുമ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. വീണ്ടും ഈ റൗണ്ട് ഫുള്ള് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 7 റൗണ്ടും കൂടി ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ ബോഡി പാർട്ടിൻ്റെ 3ാമത്തെ റൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ 3 4 5 6 7 അങ്ങനെ 5 റൗണ്ടും കൂടി നമ്മൾ ഈ ഒരു ചെയിനിൽ തന്നെ ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. ഒരു ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഒരു രീതിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ 5 റൗണ്ടും കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ടിലും 42 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടണം. അത് കൂടുവാനോ കുറയാനോ പാടില്ല. അപ്പോൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കുക. സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് കൗണ്ട് ചെയ്ത് നോക്കുക. അങ്ങനെ 5 റൗണ്ടും കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം.